ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതർക്കുള്ളിൽ കെട്ടി നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. 6,28,000 രൂപ കരാർ കമ്പനി സമരസമിതിക്ക് ഉടൻ കൈമാറും. ഞങ്ങളുടെ വീടില്ലല്ലോ എന്നാണ് എനിക്ക് ഇവിടേക്ക് വീടപ്പോൾ എന്തോ പോലെ എനിക്ക് വിഷമമാവും പോലെ. ഞങ്ങൾക്ക് ദയവായിട്ടൊരു പൈസ തന്നിടത്തേക്ക് ഞങ്ങൾ പോയേനെ. കൈ കൂപ്പി പറയാം, ഞങ്ങൾ ദയവ് ചെയ്ത് പറ്റിക്കരുത്, ഞങ്ങൾ കാല് പിടിക്കാം, ഞങ്ങൾക്ക് പൈസ വീടൊക്കെ തരണം. തിങ്കളാഴ്ചക്ക് തരാന്ന് പറഞ്ഞു, പേപ്പറിലൊക്കെ ഒപ്പൊക്കെ ഇട്ടിട്ട് തരാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ഒക്കെ ഭയങ്കര വിഷമത്തിലാണ്, ഇപ്പോഴാണ് സന്തോഷമൊക്കെ ആയത്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അധികൃതർ ചേർത്ത് നിർത്തുമെന്ന പ്രതീക്ഷ ഫൈഹ ഉൾപ്പെടുന്ന ദുരന്തബാധിതർക്കുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടതോടെ തൊഴുകൈകളോടെ അവൾ അപേക്ഷിച്ചു. വാർഷിക പരീക്ഷ എടുത്തിട്ടും അതിജീവന പോരാട്ടവുമായി ഫൈഹ സമരപ്പന്തലിൽ വെയിലും പൊടിയും തണുപ്പും കൊണ്ടിരുന്നു. ദുരിതം റിപ്പോർട്ടറിലൂടെ അധികൃതരുടെ മുന്നിൽ എത്തിച്ചപ്പോൾ നടപടിയുണ്ടായി. വീട് വാടക കുടിശ്ശിക ഉൾപ്പെടെ കരാർ കമ്പനി അനുവദിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ദുരന്തബാധിത പ്രതിനിധികളും ADMുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. ചീഫ് സെക്രട്ടറിയോട് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.